നമസ്കാരം, ഞാൻ ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ MTയുടെ ജന്മനാളാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാൻ കാരണം എൻ്റെ 35 വർഷത്തെ സാഹിത്യ സബരിയയിൽ മലയാളത്തിലെയും ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും നൂറുകണക്കിന് പ്രതിഭാധനരായ എഴുത്തുകാരെയും കലാകാരന്മാരെയും സംവിധായകരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട്. പലരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നൂറുകണക്കിന് കലാകാരന്മാർ, നൂറുകണക്കിന് എഴുത്തുകാർ, അവരെല്ലാം എനിക്കയച്ച കത്തുകൾ ക്രോഡീകരിച്ച് വസന്തം വന്ന വഴിയെ ദൂതുമായി എന്നൊരു പുസ്തകം തന്നെ cyberbit.net പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കണ്ട നൂറുകണക്കിന് എഴുത്തുകാർ, അതിൽ തകഴിയും വൈക്കം മുഹമ്മദ് ബഷീറും കുഞ്ഞുണ്ണി മാഷും പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയും അടൂർ ഗോപാലകൃഷ്ണനും അങ്ങനെ തുടങ്ങി നിരവധി പേർ, ജി വിവേകാനന്ദൻ, ചെമ്മനം ചാക്കോ, ഡോക്ടർ ശിവനാട്ട് കുഞ്ഞമ്പിള്ള, ഡോക്ടർ മാവേലിക്കര അച്യുതൻ, പ്രൊഫസർ GN പണിക്കർ, പെരുമ്പടം ശ്രീധരൻ, സാറ തോമസ്, ബാലാമണിയമ്മ, ലക്ഷ്മിയൻ മേനോൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ 35 വർഷത്തിനുള്ളിൽ കാണുവാനും സംസാരിക്കുവാനും അവരുമായി സംവേദിക്കുവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ കടന്നു വരികയും അവരെ ഓർമ്മപ്പെടുത്താൻ ചില നിമിത്തങ്ങൾ കൂടിയുണ്ട്. എല്ലാവരും നല്ലവരാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ, അവരുടെ നീക്കുപോക്കിൽ, അവരുടെ കാര്യപ്രാപ്തിയിൽ, അവരുടെ വീക്ഷണത്തിൽ പലരും പല തരത്തിലാണ്. അത് എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് MTയുടെ ഈ പിറന്നാളിന് ഇത്രയും നല്ല മധുരം, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു, ഇനിയും എത്രയോ കാലം ഈ മണ്ണിൽ ആ വലിയ മനുഷ്യൻ ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിക്കുന്നു എന്ന് പറയാനുള്ള ചില കാരണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ശങ്കജം എന്നുള്ള നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിൻ്റെ സൺഡേ എഡിഷനിലൂടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതുകയുണ്ടായി. പല കത്തുകൾക്കും അന്ന് മറുപടി ഉണ്ടായില്ല. അന്ന് അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഒടുവിൽ ഞാൻ അയച്ചു കൊടുത്ത പുസ്തക കെട്ട് എനിക്ക് മടക്കി അയച്ചു തരികയുമൊക്കെ ചെയ്തു. അങ്ങനെ ആ പുസ്തകം ഒന്ന് പ്രസിദ്ധീകരിച്ച് കാണാൻ വേണ്ടി പല മാധ്യമങ്ങളോടും, പല വീക്കിലികളോടും, പല പത്രാധിപന്മാരോടും ഒക്കെ ആവശ്യപ്പെടുകയും അയച്ചു കൊടുക്കപ്പെടുകയും മടങ്ങി വരികയും, അങ്ങനെ അനുശുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രക്രിയകൾ അതിൻ്റെ പിന്നിലുണ്ടായി. പിൽക്കാലത്ത് ശങ്കജം എന്നുള്ള നോവൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു പുസ്തക രൂപത്തിൽ. അപ്പോൾ ശങ്കജം എന്നുള്ള നോവലിന് ഒരു അവതാരിക എഴുതി കിട്ടണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ വീണ്ടും MTക്ക് കത്തെഴുതി, മറുപടിയില്ല. അങ്ങനെ 1984 സ്ഥിരമായി കോഴിക്കോട് ഓരോ എഴുത്തുകാരെയും മറ്റും കാണാൻ പോകുമ്പോൾ ആദ്യം ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ പോകും, അതിനുശേഷം കുഞ്ഞുണ്ണി മാഷിൻ്റെ വീട്ടിൽ പോകും, ആശ്രമത്തിൽ, രാമകൃഷ്ണ ആശ്രമത്തിലെ റൂമിൽ കഴിയുന്ന കുഞ്ഞുണ്ണി മാഷിനെ കാണാൻ പോകും. അതിനുശേഷമാണ്
MTയെ കാണാൻ ചെല്ലുക. അപ്പോൾ അത് 2-3 തവണയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളൂ. കോർട്ട് റോഡിലെ MTയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിന് MTയെ കൊണ്ടൊരു അവതാരിക എഴുതിപ്പിക്കണം. അതാണ് ലക്ഷ്യം. അപ്പോൾ പല കുറി എഴുതിയിട്ടും മറുപടി വരാണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രഭാതത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മകളെ സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് കാറിൽ, ഒരു വെള്ള അംബാസഡർ കാറിൽ പുറത്തോട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള ആ വഴിയിൽ ഇരുവശവും നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. വീട്ടിൽ ഞാൻ കയറിയില്ല. അതിന് മുമ്പേ കാർ മുന്നോട്ട് വരുന്നു. ഞാൻ അങ്ങോട്ട് ബസ്സിൽ നിന്നും ഇറങ്ങി കുളിയും ദിനചര്യകളും ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ ഉണ്ടോ കണ്ട ശേഷം കോഴിക്കോട് പോയി റൂമെടുത്ത് ദിനചര്യകൾ ചെയ്യാം എന്നൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് ദൂരം നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി, സിനിമയിൽ അഭിനയിക്കാനാണോ എന്ന് എന്നോട് ചോദിച്ചു. ഒരല്പം പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഞാൻ സിനിമയിൽ അഭിനയിക്കാനൊന്നും വന്നതല്ല. എൻ്റെ പേര് ശരവൺ മഹേശ്വർ എന്നാണ്. എൻ്റെ ഒരു നോവലിന് പ്രിഫേസ് എഴുതുന്ന കാര്യത്തിന് സാറിനെ കാണാനായിട്ടാണ് വന്നത്. വരുന്നവരെല്ലാം അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടാണ് കൂടുതൽ പേരും എന്നെ കാണാൻ വരുന്നത്. അതുദ്ദേശിച്ചാണ് ഞാൻ ശരവണിനോട് പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്, ശരവണിനെ ഓർമ്മയുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഒരു 10 മണിയോട് അടുപ്പിച്ച് കോഴിക്കോട്ടെ പാരമൗണ്ട് ലോഡ്ജിൽ വരൂ. അവിടെ ഋതുഭേദത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് ഞാനും പറഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. പിന്നെ അദ്ദേഹം കാറിൽ യാത്രയായി. ഞാൻ ആ വീടിനെയൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് ഞാൻ കോഴിക്കോട് വന്ന് റൂമെടുത്ത് പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു 10, 10:30, 11 മണിയോടുകൂടി പാരമൗണ്ട് ലോഡ്ജിൽ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ 2ാം നിലയിലാണെന്ന് തോന്നുന്നു. കയറി വന്ന ലെഫ്റ്റ് സൈഡിലുള്ള റൂമിൽ MT ഇരുന്ന് കുത്തിക്കുറിക്കുന്നു. മേശ നിറയെ പേപ്പറുകളാണ്. ശരിക്കും ബീഡി കെട്ടുകളുമുണ്ട്. അതിങ്ങനെ കയ്യിൽ കത്തിച്ച് പിടിച്ച് ഇങ്ങനെ പുകച്ചുകൊണ്ടാണ് ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെന്നു, സർ, എൻ്റെ ശങ്കജം എന്ന നോവലിന് ഒരു പ്രൊഫൈസ് എഴുതി തരാണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല, അല്ലെ സാർ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എത്ര തവണ സാറിന് കത്തെഴുതി എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു. ഞാൻ 25 വാക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹം 5 വാക്കേ സംസാരിക്കും. അപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, ഞാനൊരു സിനിമയുടെ തിരക്കഥയുടെ പിന്നിലാണ്, എൻ്റെ മനസ്സ് മുഴുക്കുകയും അതിലാണ്. ശരവൺ മറ്റാരെങ്കിലും കൊണ്ട് എഴുതിക്കുന്നതല്ലേ നല്ലത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര ദൂരം തിരുവനന്തപുരത്ത് നിന്നും സാറിനെ കാണാമെന്ന് ഒരുപാട് കത്തുകൾ എഴുതി, സാറിന് അതിനൊന്നും മറുപടിയില്ല. എന്തായാലും എനിക്ക് ഒരു പേജെങ്കിലും എന്തെങ്കിലും 4 പേര് കുറിച്ച് തന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷണ്ണനായി, വളരെ സങ്കടത്തോടെ എന്നെ ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാർ, സാറിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, എൻ്റെ മുഖം കണ്ടാൽ അത്ര മോശമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. 2-3 ഡോക്യുമെൻ്ററി ഫിലിമുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എനിക്കൊരു ക്രൈസാണ്. ഈ ഋതുഭേദത്തിൽ എനിക്കൊരു 2 സീൻ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സാർ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, പ്രതാപോത്തൻ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ ആപാത ചൂടൊന്ന് നോക്കിയിട്ട് തൊട്ടടുത്ത മുറിയിൽ സംവിധായകനായ പ്രതാപോത്തനും നിർമ്മാതാവായ VBK മേനോനും വേറെ ചിലരൊക്കെ ഉണ്ട്. MT സാർ അദ്ദേഹത്തെ പ്രതാപനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ബാംഗ്ലൂർ ഫാമിലിയിലെ ഒരു ക്യാരക്ടർ നമുക്ക് ശരവണിന് കൊടുത്താലോ? വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പ്രൊഫസർ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്നെ കാണാൻ വന്നത്. നമുക്ക് ആ ഒരു ചെറിയ റോൾ ശരവണിന് കൊടുത്താലോ എന്ന് പ്രതാപനോട് പറഞ്ഞപ്പോൾ പ്രതാപോത്തൻ എന്നെ ആപാത ചൂടമൊന്ന് അടിമുടിയൊന്ന് നോക്കി,
മുഖത്തെ പ്രസന്നതയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ ചിന്ത ഉദിച്ചു, തനിക്കൊന്നും ഇത് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല എന്ന രീതിയിൽ ചിന്തിച്ചു. എന്നിട്ടും താടി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സന്തോഷം നോക്കിയിട്ട് എന്നൊരു മൂളൽ മാത്രം മൂളി. പക്ഷെ അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നെനിക്കറിയില്ല. പ്രതാപത്തൻ മടങ്ങി റൂമിലോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിർബന്ധമൊന്നുമില്ല, വിളിച്ചാൽക്കൊള്ളാമെന്നൊരു താല്പര്യം, അതുകൊണ്ട് സാറിനോട് പറഞ്ഞു എന്ന് മാത്രം. ചിരിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങട്ടെ, ഞാൻ ശരവണനെ അറിയിക്കാം, അപ്പോൾ വന്നാൽ മതി എന്നൊരു തൊഴുകൈയോടെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അതൊരു വലിയൊരു കാര്യമായിട്ട് ചിന്തിച്ചില്ല, കാര്യമായിട്ട് എടുത്തില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വരുന്നു. ശ്രീ MT യുടെ ഒരു കത്താണ്. ഷൂട്ടിംഗ് തുടങ്ങുന്നു, ഇത്താം തീയതി മഞ്ചേരി കോവിലകത്ത് വരിക, തനിക്ക് 1-2 സീനുകളുണ്ട് എന്ന് പറഞ്ഞു. ആഹ്ലാദത്തിന് ഇതിൽ കൂടുതൽ എന്ത് വേണം? അങ്ങനെ നാട്ടിൽ തമ്പാനൂരുള്ള എനിക്കറിയാവുന്നതും അറിയപ്പെടാത്തതും മനത്ത് പറക്കുന്ന കാക്കയോടും പൂച്ചയോടും പരുന്തിനോടും വരെ ഞാൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് ദിഗന്ധം മുഴങ്ങുമാർ ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഒരു 10,000-1500 രൂപ സംഘടിപ്പിച്ച് ഞാൻ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ മഞ്ചേരിയിൽ ചെന്ന് പ്രൊഡക്ഷൻ മാനേജറുടെ കറഫിൽ MT യുടെ ആളാണ് എന്നുള്ള മറ്റൊരു ചെറിയ റൂം എനിക്ക് അറേഞ്ച് ചെയ്ത് തരുന്നു. അങ്ങനെ അവിടുന്ന് പിറ്റേ ദിവസം അവിടെ ചെല്ലുന്നു. പിറ്റേ ദിവസം അങ്ങനെയൊന്നും ഇതില്ല. അങ്ങനെ മലയാള സിനിമയിലെ ഒരുവിധം കലാകാരന്മാരെല്ലാം ശ്രീ ബാലചന്ദ്ര മേനോൻ, വിനീത്, നമ്മുടെ ഭരത് മുരളി, ശ്രീ തിലകൻ ചേട്ടൻ, ശാന്തകുമാരി, വിലാസിനി, കുട്ടിയടത്തി വിലാസിനി, ഗീത, മോനിഷയുടെ അമ്മ, അച്ഛൻ, ഒരു നെടുപടി വേണു, അങ്ങനെ ശങ്കരാടി ചേട്ടൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ. മഞ്ചേരി കോവിലകത്ത് ആ കോവിലവും പരിസരവും എല്ലാം നടന്ന് കണ്ട് 15 ദിവസത്തോളം ഞാനവിടെ കഴിഞ്ഞുകൂടുകയുണ്ടായി. അതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ എനിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, ജോലി ചെയ്യാതെയും അധ്വാനിക്കാതെയും ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കുന്നത് ഇഷ്ടമല്ല. ഈ 15 ദിവസം താമസം അറേഞ്ച് ചെയ്ത് തന്നെങ്കിലും ഈ 15 ദിവസവും സെറ്റിലെ ഫുഡൊന്നും ഞാൻ വാങ്ങിക്കഴിച്ചിട്ടില്ല. ഞാൻ ആ സമയമാകുമ്പോൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ വരും. കാരണം ഞാനതിൽ അഭിനയിക്കുന്നില്ല, ഞാനത് കാണുന്നു, കേൾക്കുന്നു, ആസ്വദിക്കുന്നു. ഒരു പ്രൊഡ്യൂസറുടെ പൈസ അനാവശ്യമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് ശരിയല്ലല്ലോ. ഒടുവിൽ ഇതിൻ്റെ എല്ലാം ക്ലൈമാക്സിലേക്കാണ് ഞാൻ വരുന്നത്. ഒരുപാട് കഥകളുണ്ട്. ആ 15 ദിവസത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ കാണുകയും, സച്ചിദാനന്ദൻ എന്നുള്ള പ്രൊഡക്ഷൻ മാനേജർ, അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി. അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ഒടുവിൽ ഞാൻ ഇറങ്ങുമ്പോൾ 2 സീനിൽ, ക്ലൈമാക്സ് സീനിൽ, അതിന് മുന്നിലത്തെ ഒരു സീനിൽ അപ്പുവേട്ടനെ പണിക്കരമ്മാവൻ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സിനിമയിലെ എൻ്റെ ആദ്യ ഡയലോഗ്. ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ MG സാറിനോട് ചെന്ന് പറഞ്ഞു, സാർ കയ്യിലുള്ള കാശെല്ലാം തീർന്നു, വണ്ടിക്ക് ഒരുക്കി പൈസയൊന്നുമില്ല. അപ്പോൾ എന്നെ നോക്കി ഒരു ചിരിയിരിച്ചു. അന്ന് സച്ചിദാനന്ദൻ എൻ്റെ കയ്യിലൊരു വൗച്ചർ ഒപ്പിട്ട് വാങ്ങിച്ചു. വൗച്ചറിൽ എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല. ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് എനിക്ക് 101 201 വർഷങ്ങൾ 35 കഴിഞ്ഞിരിക്കുന്നു. 101 രൂപയെന്നാണ് എൻ്റെ ഓർമ്മ. ആ 101 രൂപ കൊണ്ട് മടങ്ങിയെത്താൻ തികയില്ല. 101 രൂപയാണ് ഞാൻ 2 സീനിൽ അഭിനയിച്ച പ്രതിഫലം. പക്ഷേ ഞാൻ ഇന്നിത് പറയുമ്പോൾ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി അതിൻ്റെ 3 സോങ്സ്, അതിൽ 3 സോങ്സ് ഉണ്ട്. സ്ക്രിപ്റ്റ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു കുഞ്ഞ് ബഡ്ജറ്റിൽ എൻ്റേതായിട്ടുള്ള ചിത്രം വരണം എന്നുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. നമുക്ക് ആഗ്രഹങ്ങൾ കുന്നുപോലെ ഉണ്ടെങ്കിലേ കുന്നിക്കുരുപോലെ നമുക്ക് ലഭിക്കുകയുള്ളൂ. പരിശ്രമിക്കുക, അശ്രാന്തമായി പരിശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, എൻ്റെ മാനസ ഗുരുവാണ് അദ്ദേഹം അന്ന് ഒരു 2 സീനിലാണെങ്കിൽ പോലും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു എഴുത്തുകാരൻ. എന്നെ വളർത്തിയതുകൊണ്ടോ
എന്നിൽ നിന്നോ ഒരു ഗുണവും ഉണ്ടാകാത്ത ഒരു വ്യക്തി. ഞാനെന്ന ഒരു എഴുത്തുകാരനെ ഉള്ള സ്നേഹം, ബഹുമാനം. ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥ എങ്ങനെ എഴുതണം, തിരക്കഥ എങ്ങനെ എഴുതണം, സീൻസ് എങ്ങനെ സോർട്ട് ചെയ്യണം, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, ലൈറ്റ്സ്, അത് ഇത് ഒരു പ്രപഞ്ചമാണ് സിനിമ എന്ന് പറയുന്നത്. നാളെ രാവിലെ കയറി സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. എൻ്റെ ഒരുപാട് റെക്കോർഡിങ്ങും ഡബ്ബിങ്ങും അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു സിനിമ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ശ്രീ MTയുടെ നല്ല മനസ്സും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും കൊണ്ടാണ് ആ 15 ദിവസം നിന്ന് ഞാൻ സിനിമ എന്താണെന്ന് പഠിച്ചത്. അതുപോലൊരു അവസരം വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മാനസ ഗുരുവും എനിക്ക് ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്ന് ആരും പറഞ്ഞു തന്നില്ലെങ്കിലും അത് സ്വയം പഠിച്ചെടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതും ശ്രീ MT ആണ്. അന്ന് ഞാൻ വർക്ക് ചെയ്ത ഋതുഭേദം എന്ന സിനിമയിലെ അനുഭവങ്ങളെപ്പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ശാന്തമീ സാഗരം എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ 34 വർഷങ്ങൾക്ക് ശേഷം അതിലെ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി പ്രസിദ്ധം ചെയ്ത ആ കൃതിയുടെ ആദ്യ കോപ്പി വാങ്ങിച്ചത് സംവിധായകനായ പ്രതാപപോത്തനായിരുന്നു. അതെങ്ങനെ അറിയാം എന്നുള്ളത്, പബ്ലിക്കായിട്ട് എൻ്റെ 17 പുസ്തകങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷേ ഓൺലൈനിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആമസോണിൽ നിന്നും അതിൻ്റെ ആദ്യ കോപ്പി പ്രതാപപോത്തൻ വാങ്ങിക്കുമ്പോൾ ആമസോണിൻ്റെ റെക്കോർഡ് അനുസരിച്ചിട്ട് ആര് പുസ്തകം, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ആര് പുസ്തകം വാങ്ങിയാലും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു സന്തോഷവും ഉണ്ട്. അപ്പോൾ ഇത്രയെല്ലാം ഞാൻ പറഞ്ഞത്, MT എന്ന മഹാനായ എഴുത്തുകാരൻ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി 100 വയസ്സ് വരെ, 100 വയസ്സിന് മേളിലും അദ്ദേഹം ഇവിടെ ജീവിക്കട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.